ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. ഓവർ തിങ്കിങ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് ചില ആളുകളെ ചോദ്യം. ഓവർ തിങ്കിങ് തീർച്ചയായിട്ടും അതൊരു നല്ല ശീലം അല്ല എന്ന് തന്നെ പറയും. എന്തിനാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത്? ഈ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത്? നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ അതുകൊണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ടെൻഷനാണ്, വരാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് തീരുമാനിക്കുക അതെങ്ങനെയാവും, ഇതെങ്ങനെയാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടുമോ, അതല്ലെങ്കിൽ ആ പോണ വഴിയിൽ ആ ബസ് എന്തെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാവും അല്ലേ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന, ഓവർ തിങ്ക് ചെയ്തിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടാവും. ശരിയാണ്, ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ ഈ ഒരു സമൂഹം ഒക്കെ നമുക്ക് പേടിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിന് നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യമാണ്? നമ്മൾ വിചാരിക്കും പോലെ ഒന്നും ഉണ്ടാവില്ല സംഭവം. പക്ഷെ നമ്മൾ വെറുതെ അതിനെങ്ങനെ ചിന്തിച്ച് 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 കൂട്ടി നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് സമാധാനം ഉണ്ടാവില്ല, നടക്കുന്ന സ്ഥലത്ത് സമാധാനം ഉണ്ടാവില്ല. എന്തിന് നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ്, നമുക്ക് എന്താ പറയുക, പഠിച്ചവൻ്റെ മുന്നിൽ നമ്മളെല്ലാം മറന്ന് നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് പോലും നമുക്ക് ആ ഒരു നിസ്കാരത്തിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തും ഈ ഓവർ തിങ്കിങ് കൊണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ഇത്തരം ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അതെല്ലാം നിങ്ങൾക്കിത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലിംഗ് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. നമുക്ക് എപ്പോഴും ടെൻഷനാണ്, നമ്മളെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, നമ്മളെ ഹാപ്പിനെസ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കൂടി സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ പിന്നീട് ഒരു രോഗിയായിട്ട് മാറും എന്നുള്ളതാണ്. നമുക്ക് ഷുഗർ വരും, പ്രഷർ വരും, തൈറോയ്ഡ് വരും, ഇത്തരം ഒരുപാട് അസുഖങ്ങൾ വന്ന അസുഖങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? അത് മാറാനും പ്രയാസം വരും. കാരണം നമ്മളൊരു ഇമ്മ്യൂണിറ്റിയും നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമുക്ക് ഓവറായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ഹോർമോൺസുകൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? അടിഞ്ഞു കൂടാൻ തുടങ്ങും. നമ്മളിങ്ങനെ നെഗറ്റീവ്സുകൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് വീഡിയോസുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ ഹോർമോൺസുകളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചിന്തക്കനുസരിച്ചിട്ട് സെക്കൻഡുകൾ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ്. അപ്പോൾ ഇത്തരം നെഗറ്റീവ് ഹോർമോൺസിനെ നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അത് മാത്രമല്ല, നമുക്കും തന്നെ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ജീവിച്ചുകൂടെ? എന്തിനാണ് ആവശ്യമില്ലാതെ വെറുതെ ടെൻഷൻ? നമ്മൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് ചുറ്റിലും ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും, നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റിൽ ഉള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. പിന്നെ എന്തിനാണ് നിങ്ങൾ വെറുതെ വരാൻ പോകുന്ന ഒരു കാര്യത്തിന്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വെറുതെ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം? അത് തവക്കൽത്തോ അല്ലല്ല, അള്ളാൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യമാണ്. അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. നാളെ നമ്മൾ പ്രാർത്ഥിക്കുക, പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, നമുക്ക് നല്ലൊരു നാളെ തരാൻ വേണ്ടിയിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ പഠിച്ചവനെ കാവൽ ഏൽപ്പിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ നല്ലത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടും അതിൽ നമ്മൾ നല്ലത് പ്രവർത്തിച്ച് നടക്കുക. അപ്പം അതിനുള്ളൊരു പ്രതിഫലം പഠിച്ചവൻ തരും എന്നുള്ളത് ആലോചിക്കുക. നമുക്ക് എന്താ പറയുക, ഒരു ഈമാൻ നഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഈ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു കാരണം. ശരിക്കും നമുക്ക് ആ ഒരു ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ലാന്ന് മനസ്സിലായല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ ഭാവിയിൽ ഒരു രോഗിയായി മാറാനും പോവുക എന്നുള്ളതാണ്. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു സൊല്യൂഷൻ, സ്വയം നിങ്ങളൊന്നെങ്കിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഈമാൻ നിങ്ങൾ ഉറപ്പിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇടയിൽ ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ റിലേറ്റീവ്സോ ഒക്കെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെടുത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, അവർ നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങൾ അത് കുറച്ചും കൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ, ആ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലാവരുത്. ഒരു പക്ഷേ നമ്മൾക്ക് അതൊരു അപകടമുള്ള ഒരു കാര്യമാണെന്ന് അറിയാമെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നുള്ള രീതിയിലൊന്നും അവർക്ക് സംസാരിക്കരുത്. അവരെടുത്ത് നമ്മൾ എങ്ങനെ പറയാൻ പാടില്ല, അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. എത്ര വലിയൊരു ദുരന്തം വരികയാണെങ്കിൽ പോലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ചെറുതാക്കിയിട്ടേ പറയാൻ പാടുള്ളൂ. അതൊരു വിഷയമില്ലാത്ത രീതിയിൽ നമ്മൾ അത്തരം ആളുകളെടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളും അതിൻ്റെ കൂടെ ചേർന്നിട്ട് അങ്ങനെയാണോ, അതിങ്ങനെ വരില്ലേ, ചില ആൾക്കാരുടെ സ്വഭാവമാണ് അതിലെ, നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്തുന്ന രീതിയിലാവും അവർ സംസാരിക്കുക എന്നുള്ളത്. അപ്പം നമുക്കത് കൂടുതൽ എന്താവും, നെഗറ്റീവിലേക്കേ നമ്മൾ പോവുള്ളൂ, നമ്മളെല്ലാം മനസ്സമാധാനം പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷന്, നമ്മളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ നിങ്ങളെത്താണെങ്കിലും ഇങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് കുറച്ച് കാണിച്ചു കൊടുക്കുക, നമ്മൾ അവരെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ചേർത്ത് നിന്ന് കൊടുക്കുക, കൂടുതൽ ടെൻഷൻ അടിപ്പിക്കാതെ ഇരിക്കുകയാണ് ഇതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആരും, ഞാൻ പറഞ്ഞല്ലോ, ഓവറായിട്ട് ചിന്തിച്ച് വെറുതെ അവനവൻ്റെ ഹെൽത്തും അവനവൻ്റെ മനസ്സമാധാനം കളയാതിരിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.